ഇപ്പം പത്രത്തിൽ കണ്ട വിവരം മാത്രമേ എനിക്കുള്ളൂ, ടി വിയിൽ കണ്ട വിവരം. ഇപ്പോഴുള്ള ഇതിൽ ഞങ്ങൾക്ക് റോളൊന്നുമില്ല. വിജിലൻസിന് ഡയറക്റ്റ് സ്പീക്കർക്കോ ലെജിസ്ലേച്ചറിനോ റിപ്പോർട്ട് തരാൻ സാധിക്കുന്നില്ല. വിജിലൻസിന് ഗവൺമെൻറ്റിന് കൈമാറാം. ഗവൺമെൻറ് തീരുമാനമെടുത്ത് ഗവൺമെൻറ് ലെജിസ്ലേച്ചറിനോട് ആവശ്യപ്പെട്ടാൽ ഞങ്ങൾ നിയമപരമായ വശങ്ങൾ പരിശോധിച്ച് തീരുമാനമെടുക്കും. ഇല്ല, അത് 2019 മറ്റോ അല്ലേ. അപ്പം അത് സ്വാഭാവികമായിട്ടും അതിൻ്റെ രേഖകൾ പരിശോധിക്കേണ്ടി വരും. ഞങ്ങൾക്ക് ഇപ്പോൾ അറിയുന്നതല്ല, അത് എൻ്റെ കാലത്തുള്ളതല്ല. അത് സ്വാഭാവികം അതിലെന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് പരിശോധിക്കേണ്ടി വരും. അതിലിപ്പോൾ ഇതിൻ്റെ നോർമൽ പ്രൊസീഡിങ്സ് ഇപ്പോൾ ആൻ്റണി രാജു ഡിസ്ക്വാളിഫൈ ചെയ്യപ്പെട്ടു ജഡ്ജ്മെൻ്റ് അടിസ്ഥാനത്തിൽ. ഇനിയിപ്പോൾ ഞങ്ങളുടെ റോൾ ജഡ്ജ്മെൻറ്റ് കിട്ടിയാൽ തിരുവനന്തപുരം അസംബ്ലി സെഗ്മെൻറ്റ് വീക്കെൻഡ് ആണെന്ന് പറഞ്ഞ നോട്ടിഫിക്കേഷൻ ചീഫ് ഇലക്ഷൻ കമ്മീഷണർക്ക് അയക്കലാണ്. അതുമാത്രമേ ഞങ്ങൾക്ക് റോളുള്ളൂ. ചീഫ് ഇലക്ഷൻ ഓഫീസിലേക്ക് ട്രിവാൻഡ്രം അസംബ്ലി സെഗ്മെൻറ്റ് ഈ ഡിസ്ക്വാളിഫിക്കേഷൻ്റെ ഭാഗമായി ഒഴിഞ്ഞിരിക്കുന്നു എന്ന കാര്യം ഇലക്ഷൻ കമ്മീഷൻ അറിയിക്കുക എന്ന ഉത്തരവാദിത്തം മാത്രമേ നോട്ടിഫിക്കേഷനെ ഞങ്ങൾ അറിയിക്കും. ദാറ്റ്സ് ഓൾ. ഓക്കെ. കേരളം സെക്യുലറായ ഒരു സംസ്ഥാനമാണ്. വർഗീയ പരാമർശം ആര് നടത്തിയാലും അതിനോടൊന്നും യോജിക്കുന്ന സംസ്ഥാനമല്ല കേരളം. കേരളം മഹിതമായ മതനിരപേക്ഷ പാരമ്പര്യമുള്ള സംസ്ഥാനമാണ്. ഇതിൻ്റെ സെക്യുലർ ഫാബ്രിക്കിന് ആർക്കും തകർക്കാൻ സാധിക്കുന്നതല്ല.